ശ്രീരാമജയം. ഇന്ന് വാത്മീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 31-ാം സർഗമാണ് വായിക്കാൻ പോകുന്നത്. അഥ താം രജനീം തത്ര കൃതാർത്ഥൗ രാമലക്ഷ്മണൗ ഊഷതുർമുദിതൗ വീരൗ പ്രഹൃഷ്ടേനാന്തരാത്മനാ പ്രഭാതായാം തു ശർവർയാം കൃതപൗർവാഹ്നികക്രിയൗ വിശ്വാമിത്രമൃഷീംശ്ചാന്യാൻ സഹിതാവഭിജഗ്മതു അഭിവാദ്യ മുനിശ്രേഷ്ഠം ജ്വലന്തമിവ പാവകം ഊചതു പരമോദാരം വാക്യം മധുരഭാഷിണൗ ഇമൗ സ്മ മുനിശാർദൂല കിങ്കരൗ സമുപാഗതൗ ആജ്ഞാപയ മുനിശ്രേഷ്ഠ ശാസനം കരവാവകിം ഏവമുക്തേ തയോർവാക്യേ സർവ ഏവ മഹർഷയ വിശ്വാമിത്രം പുരസ്കൃത്യ രാമം വചനമബ്രുവൻ മൈഥിലസ്യ നരശ്രേഷ്ഠ ജനകസ്യ ഭവിഷ്യതി യജ്ഞഃ പരമധർമ്മിഷ്ഠ തത്ര യാസ്യാമഹേ വയം ത്വം ചൈവ നരശാർദൂല സഹാസ്മാഭിർഗമിഷ്യസി അദ്ഭുതം ച ധനൂരത്നം തത്ര ത്വം ദ്രഷ്ടുമർഹസി തദ്ധി പൂർവം നരശ്രേഷ്ഠ ദത്തം സദസി ദൈവതൈ അപ്രമേയബലം ഘോരം മഖേ പരമഭാസ്വരം നാസ്യ ദേവാ ന ഗന്ധർവാ നാസുരാ ന ച രാക്ഷസാ കർത്തുമാരോപണം ശക്താ ന കഥഞ്ചന മാനുഷാ ധനുഷസ്തസ്യ വീര്യം ഹി ജിജ്ഞാസന്തോ മഹീക്ഷിത ന ശേകുരാരോപയിതും രാജപുത്രാ മഹാബലാ തദ്ധനുർനരശാർദൂല മൈഥിലസ്യ മഹാത്മന തത്ര ദ്രക്ഷ്യസി കാകുത്സ്ഥ യജ്ഞം ച പരമാദ്ഭുതം തദ്ധി യജ്ഞബലം തേന മൈഥിലേനോത്തമം ധനു യാചിതം നരശാർദൂല സുനാഭം സർവദൈവതൈ ആയാഗഭൂതം നൃപതേ തസ്യ വേശ്മനി രാഘവ അർച്ചിതം വിവിധൈർഗന്ധൈർധൂപൈശ്ചാഗുരുഗന്ധിഭിः ഏവമുക്ത്വാ മുനിവര പ്രസ്ഥാനമകരോത്തദാ സർഷിസംഘഃ സകാകുത്സ്ഥ ആമന്ത്ര്യ വനദേവതാ സ്വസ്തി വോസ്തു ഗമിഷ്യാമി സിദ്ധസിദ്ധാശ്രമാദഹം ഉത്തരേ ജാനവീതീരെ ഹിമവന്തം ശിലോച്ഛയം ഇത്യുക്ത്വാ മുനിശാർദൂല കൗശിക സതപോധന ഉത്തരാം ദിശമുദ്ദിശ്യ പ്രസ്ഥാതുമുപചക്രമേ തം വ്രജന്തം മുനിവരം അന്വഗാദനുസാരിണാം ശകടീശതമാത്രം തു പ്രയാണേ ബ്രഹ്മവാദിനാം മൃഗപക്ഷിഗണാശ്ചൈവ സിദ്ധാശ്രമനിവാസിന അനുജഗ്മുർമഹാത്മാനം വിശ്വാമിത്രം തപോധനം നിവർത്തയാമാസ തത സർഷിസ്സംഘ സപക്ഷിണ
ते गत्वा दूरमध्वानं लम्बमाने दिवाकरे वासं चक्रुर्मुनिगणा शोणाकूले समाहिता तेस्तं गते दिनगरे स्नात्वा हुतहुताशना विश्वामित्रं पुरस्कृत्य निषेतुरमितौजस रामोऽपि सह सौमित्रिर्मुनिंस्तानभिपूज्य च अग्रतो निशसादाथ विश्वामित्रस्य धीमत अथ रामो महातेजा विश्वामित्रं तपोधनं पप्रच्छ मुनिशार्दूलं कौतूहलसमन्वितं भगवन् कोऽन्वयं देश समृद्धवनशोभित श्रोतुमिच्छामि भद्रं ते वक्तुमर्हसि तत्त्वद नोदितो रामवाक्येन कथयामास सुव्रत तस्य देशस्य निखिलं ऋषिमध्ये महातपा। इत्यार्षे श्रीमद् रामायणे वाल्मीकिये आदिकाव्ये ബാലകാണ്ഡേ ഏകത്രിംശഃ സർഗഃ. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ഈ 31-ാം സർഗത്തിൽ വിവരിച്ചിരിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയും കൂടെ രാമലക്ഷ്മണന്മാരും ചേർന്ന് മിഥിലാ പട്ടണത്തിലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: തുടങ്ങിയ കൃത്യത്തെ ചെയ്തവരായി, പൂർത്തിയാക്കിയവരായി, സന്തോഷം പൂണ്ടവരായ ശ്രീരാമലക്ഷ്മണന്മാർ ആ രാത്രിയെയും അവിടെ തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടിയ മനസ്സുള്ളവരായി കഴിച്ചു. രാത്രി കഴിഞ്ഞ് പുലർന്നപ്പോൾ പ്രാതകാല കൃത്യങ്ങളെ ചെയ്തവരായി രണ്ടുപേരും ഒന്നിച്ച് വിശ്വാമിത്ര മഹർഷിയെയും മറ്റും മുനിമാരെയും മുമ്പിൽ ചെന്ന് സന്ദർശിച്ചു. അഗ്നിയെപ്പോലെ ഉജ്ജ്വലിക്കുന്നവനായ മുനിശ്രേഷ്ഠനെ വന്ദനം ചെയ്ത് മധുരഭാഷിണികളായ അവരിരുവരും മധുരമായും ഗംഭീരമായുമുള്ള വാക്യത്തെ പറഞ്ഞു. മുനിശ്രേഷ്ഠ, അവിടുത്തെ ആജ്ഞാകരന്മാരായി കാത്തുനിൽക്കുന്നവരായ ഞങ്ങൾ ഇരുവരും ഇതാ ഇവിടെ നിൽക്കുന്നു. ഇഷ്ടം പോലെ ആജ്ഞാപിച്ചാലും ഏത് ആജ്ഞയെയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവരിരുവരാൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹർഷിമാരെല്ലാവരും അപ്പോൾ വിശ്വാമിത്ര മഹർഷിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ശ്രീരാമനോട് ഒരു സംഗതിയെ പറഞ്ഞു. പുരുഷോത്തമ, മിഥിലാധിപനായ ജനക മഹാരാജാവിൻ്റെ അത്യന്ത ധർമ്മയുക്തമായ യാഗം നടക്കാൻ പോകുന്നു. അതിന് ഞങ്ങൾ പോകുന്നുണ്ട്. ഹേ നരശ്രേഷ്ഠ, നീയും ഞങ്ങളുടെ കൂടെ വരിക. അവിടെയുള്ള ആശ്ചര്യകരമായ ഉത്തമമായ ധനുസ്സിനെ വത്സൻ തന്നെയാണ് കാണുവാൻ തക്ക യോഗ്യൻ. ഹേ നരശ്രേഷ്ഠ, അളവറ്റ ബലമുള്ളതും ഏറ്റവും വിളങ്ങുന്നതും പൂജിക്കത്തക്കതും ആയ ആ ധനുസ് മുൻകാലത്തിൽ യാഗസദസ്സിൽ ദേവന്മാരാൽ കൊടുക്കപ്പെട്ടതാകുന്നു എന്നത് പ്രസിദ്ധമാണ്. ഇതിൻ്റെ ആരോപണം, അതായത് ഞാണ് വലിച്ചു കെട്ടാൻ, അതായത് ആ ധനുസ്സിൻ്റെ ഞാണ് വലിച്ചു കെട്ടാൻ ശക്തന്മാരായ ദേവന്മാരോ അസുരന്മാരോ രാക്ഷസന്മാരോ മനുഷ്യരോ ഗന്ധർവന്മാരോ ഇല്ല. ആ വില്ലിൻ്റെ ശക്തി അറിവാൻ ആഗ്രഹിക്കുന്നവരായ അതിബലശാലികളായ രാജാക്കന്മാരാകട്ടെ രാജകുമാരന്മാരാകട്ടെ അതിനെ കുലയ്ക്കുന്നതിൽ ശക്തന്മാരായിട്ട് ഇല്ല. ഹേ പുരുഷോത്തമ കാകുത്സ്ഥ, മഹാത്മാവായ മിഥിലാധിപന്റെ യാഗത്തെയും അക്കാരണത്താൽ അത്യാശ്ചര്യകരമായ ആ പ്രസിദ്ധപ്പെട്ട വില്ലിനെയും കാണാം. ഹേ പുരുഷോത്തമ, ആ ഉത്കൃഷ്ടമായതും അതായത് ഉത്തമമായ അഴകാർന്ന പിടിയുള്ള വില്ലാകട്ടെ ആ മിഥിലാധിപനാൽ എല്ലാ ദേവന്മാരോടും യാഗത്തിൻ്റെ ഫലമായി ചോദിച്ച് വാങ്ങപ്പെട്ടതാകുന്നു. ഹേ രാഘവ, ആ രാജാവിൻ്റെ കോവിലകത്തിൽ യാഗത്തിൽ നിന്നും കിട്ടിയ ആ ദിവ്യമായ ധനുസ് പലവിധ
സുഗന്ധദ്രവ്യങ്ങളാലും അകിൽപ്പൊടിയുടെ മണമുള്ള ധൂപച്ചാർത്താലും ആരാധിക്കപ്പെട്ടത് ആകുന്നു. കാര്യം സാധിച്ചവനായി ഞാൻ സിദ്ധാശ്രമത്തിൽ വടക്ക് ഗംഗാതീരത്തിൽ ഹിമവാൻ എന്ന പർവ്വതത്തിലേക്ക് പോകുവാൻ പോകുന്നു. നിങ്ങൾക്ക് ദൈവകടാക്ഷം ഉണ്ടാകട്ടെ എന്നും ആശീർവദിച്ച ശേഷം മുനിശ്രേഷ്ഠൻ വനദേവതകളോടും യാത്ര പറഞ്ഞ് ഋഷിഗണങ്ങളോടും കാകുസ്ഥന്മാരിരുവരോടും കൂടിയവനായി ആ സമയം പ്രയാണം ചെയ്തു. അതായത് വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ നിസ്സീമമായ, അതായത് അനുത്തമമായ സിദ്ധാശ്രമത്തെ വലം വെച്ച് വടക്കേ ദിക്കിനെ ഉദ്ദേശിച്ച് പുറപ്പെടുവാൻ ആരംഭിച്ചു. യാത്ര പുറപ്പെട്ടു പോകുന്നവനായ ആ മുനിശ്രേഷ്ഠനെ അനുഗമിക്കുന്നവരായ വേദം ചൊല്ലുന്നവരുടെ നൂറ്റുകണക്കായ വണ്ടികൾ യാത്രയിലും പിന്തുടർന്നു. സിദ്ധാശ്രമത്തിൽ വസിക്കുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൂട്ടങ്ങളും മഹാത്മാവും മാമുനിയുമായ വിശ്വാമിത്ര മഹർഷിയെ തന്നെ പിന്തുടർന്നു. പക്ഷിഗണങ്ങളെയും മൃഗങ്ങളെയും ആ സ്ഥലത്തേക്ക് തന്നെ അദ്ദേഹം തിരിച്ച് പറഞ്ഞയച്ചു. ആ മഹർഷി സംഘങ്ങൾ ദൂരവഴി കടന്നു ചെന്ന് സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഷോണാ നദിക്കരയിൽ ഒന്നിച്ചുകൂടിയവരായി വാസം ചെയ്തു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ അവർ കുളിച്ച് അഗ്നിഹോത്രം ചെയ്ത് അളവറ്റ തേജസ്സോടു കൂടിയവരായി വിശ്വാമിത്ര മഹർഷിയുടെ മുമ്പിൽ വന്ന് ഇരുന്നു. ലക്ഷ്മണസഹിതനായ ശ്രീരാമനും ആ മുനിമാരെയെല്ലാം നമസ്കരിച്ച് പിന്നെ ധീമാനായ ബുദ്ധിമാനായ വിശ്വാമിത്ര മഹർഷിയുടെ മുമ്പിൽ വന്നിരുന്നു. ആ സന്ദർഭത്തിൽ മഹാതേജസ്വിയായ ശ്രീരാമൻ കൗതുകത്തോടെ മുനിശ്രേഷ്ഠനും മാമുനിയുമായ വിശ്വാമിത്ര മഹർഷിയോടായി ഇങ്ങനെ ചോദിച്ചു: ഹേ ഭഗവാൻ, ഇടതൂർന്ന മരത്തോപ്പുകളാൽ ശോഭിക്കപ്പെട്ടതായ ഇത് ഏതൊരു ദേശമാകുന്നു? കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യത്തിൽ അവിടുത്തെ തിരുവുള്ളമുണ്ടാകണം. ഉള്ളതുപോലെ പറഞ്ഞു തന്നാലും. സദ്വൃത്തനായ ആ മഹാതപസ്വി ശ്രീരാമവാക്യത്താൽ പ്രേരിതനായി മുനികൾ നടുവിൽ ആ ദേശത്തെ സംബന്ധിച്ച എല്ലാറ്റിനെയും ഇപ്രകാരം പറഞ്ഞു. ഇത്യാർഷി ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ ഏകത്രിംശഃ സർഗഃ സമാപ്തം. 31-ാം സർഗം അവസാനിച്ചു.